നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൊഴിലാളി ക്ഷാമം രൂക്ഷമായ കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ച. കെട്ടിട നിർമ്മാണ തൊഴിലാളികളില്ല. കേരളത്തിലേക്ക് വരുന്ന ബംഗാൾ തൊഴിലാളികളെ വഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ നിരവധിയാണ്. കെട്ടിട നിർമ്മാണ കമ്പനികളും കരാറുകാരും വഴിച്ചെലവും മറ്റ് പണവുമൊക്കെ നൽകി തൊഴിലാളികളെ ട്രെയിനിൽ കയറ്റുന്നു. എന്നാൽ ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിലെത്തുന്നതിന് മുൻപ് തന്നെ മറ്റ് ഏജന്റുമാരുടെ കെടിയിൽപ്പെട്ട് മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ച. ചെന്നൈ, മംഗളൂരു സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഏജന്റുമാരുടെ പ്രവർത്തനം. പശ്ചിമ ബംഗാളിൽ നിന്ന് തൊഴിലാളികളെ കേരളത്തിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ബിൽഡേഴ്സ് അസോസിയേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരിക്കുന്നു. കൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കോവിഡ് ലോക്ക്ഡൌണിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. മേസ്ത്രിമാരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ സംഘത്തെ ഹൗറ സ്റ്റേഷനിലെത്തിക്കും. പിന്നീട് അവരെ നേരെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. ട്രെയിനിൽ കയറുമ്പോൾ അവരുടെ ആധാർ കാർഡ്, ട്രെയിൻ ടിക്കറ്റ് തുടങ്ങിയവ തൊഴിലാളികളുടെ പക്കലേൽപ്പിക്കും. ടി ഐഡന്റിറ്റി കാർഡ് ചോദിക്കുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മംഗളൂരു വഴിയാണ് കേരളത്തിലേക്ക് വരുന്നത്. ഒഡീഷ, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ചെന്നൈ വഴിയും. ഇതിനിടയിലുള്ള സ്റ്റേഷനുകളിൽ നിന്ന് ഏജന്റുമാർ ഈ ട്രെയിനിൽ കയറും. പിന്നീട് ഭായിമാരെ അവർ വകച്ചെടുക്കും. ഒപ്പം മേസ്തിരിമാരെയും വലിയ തുക ഓഫർ ചെയ്ത് ചെറിയ സ്റ്റേഷനുകളിൽ ഇവരെ ഇറക്കും. 200 പേരുള്ള സംഘമൊക്കെ കൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ടാൽ കേരളത്തിലെത്തുന്നത് 10-20 പേർ മാത്രം. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പണം മുടക്കിയാൽ തൊഴിലാളികളെയും കാത്ത് ഇങ്ങനെ നിൽക്കും. ഒടുവിൽ തൊഴിലാളികളില്ല എന്ന് മനസ്സിലാക്കി ബ്ലിങ്കസ്യ എന്ന് പരുവം. കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള തൊഴിലാളി കടത്തുകൾ വ്യാപകമായിരുന്നുവെന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ പറയുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത തൊഴിലാളികളുടെ കുറവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേരളത്തിന് സമാനമായ തൊഴിലാളി ക്ഷാമമാണ് ഈ സംസ്ഥാനങ്ങളിലും. തമിഴ്നാട്ടിലും ജോലിക്ക് ആളെ കിട്ടാനില്ല. നേരത്തെ കേരളത്തിൽ 900 രൂപ വരെയായിരുന്നു അന്യസംസ്ഥാനക്കാരായ നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ ആ നിരക്ക് 1500-ന് മുകളിലെത്തി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ പോയി സുവേന്ദു അധികാരി സർക്കാർ വന്നു. ഇതോടെ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ. 10 ലക്ഷം തൊഴിലവസരങ്ങളാണ് BJP ആദ്യം വാഗ്ദാനം ചെയ്തത്. 52,000-ലധികം പേർക്ക് ഇപ്പോൾ നേരിട്ട് തൊഴിൽ നിയമനവും നൽകി. അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്ത് നിന്ന് പിന്തള്ളുമെന്ന് BJP സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശികളായ നിരവധി പേരാണ് പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറിയിരിക്കുന്നത്. അവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് അയച്ചാൽ പശ്ചിമ ബംഗാളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. BJP സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ആ മേഖലയിൽ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരമുണ്ടാകും എന്ന പ്രതീക്ഷ പശ്ചിമ ബംഗാളുകാർക്ക്. തൽക്കാലത്തേക്ക് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ ദേശീയപാത നിർമ്മാണത്തിൽ അവർ താൽക്കാലികമായി പങ്കുചേരുന്നു. ബംഗാളിൽ തൊഴിലവസരങ്ങൾ വീണ് കിട്ടുന്നതോടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എല്ലാവരുടെയും മോഹം. പെരുന്നാളിന് ശേഷം കൂടുതൽ തൊഴിലാളികൾ തിരിച്ചെത്തും എന്ന പ്രതീക്ഷ മാത്രമാകുമോ കേരളത്തിന്? കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിന്റെ നിർമ്മാണ മേഖല പൂർണ്ണമായും പ്രവർത്തിച്ചിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്. JCB ഓടിക്കണമെങ്കിൽ മേസ്തിരിപ്പണിക്ക്, ആശാരിപ്പണിക്ക്, എന്തിനു വേണ്ട ഫാക്ടറി ജീവനക്കാരായി പോലും ഇവിടെ ജോലി ചെയ്തിരുന്നത് ബംഗാളികളും ഉത്തർപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളുമൊക്കെ. അവർ കൂട്ടത്തോടെ ഇപ്പോൾ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ ഏറെ ജോലി ചെയ്തിരുന്നത് തമിഴ്നാട് സ്വദേശികളായിരുന്നു. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ തമിഴ്നാട്ടിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഒരുക്കി. ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ജോലിക്കാർ കേരളത്തിൽ ഒരു പഴങ്കഥയായി. പിന്നീടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തി തുടങ്ങിയത്. ആ സംസ്ഥാനങ്ങൾ കൂടി വികസന പാതയിലേക്ക് കുതിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും? കനത്ത ആശങ്കയിലാണ് കേരളത്തിൻ്റെ നിർമ്മാണ മേഖല. മറുവശത്ത് നിർമ്മാണ മേഖല മാത്രമല്ല, അടഞ്ഞുകിടക്കുകയാണ് മിക്ക ഹോട്ടലുകളും. കാരണം തൊഴിലാളികളില്ല. ഒരു വശത്ത് പാചകവാതക ക്ഷാമം, മറുവശത്ത് തൊഴിലാളി ക്ഷാമം. പെട്ടുപോയി വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.